Fine. 10 members. Okay. So we have discussed so far present perfect tense. Okay. നമ്മള് ഒരു കല്യാണ വീട്ടിലെ രംഗമാണ് നമ്മൾ മനസ്സിലൊരു കഥാരൂപേണയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. എന്തിനാ കഥാരൂപേണ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ ഇംഗ്ലീഷൊക്കെ പഠിച്ചതാണ്, ഗ്രാമറൊക്കെ എല്ലാം പഠിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാനും പറ്റാത്തത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ചത് വെച്ചിട്ടാണ് നമുക്ക് ആർക്കും ഇംഗ്ലീഷിൽ നിന്ന് ഫ്ലുവൻ്റ്ലി അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തത്. ഓക്കെ. സോ ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു മാറണം. അത് മാറാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത ഒരു സ്റ്റോറി രൂപേണ ഇത് പറഞ്ഞു തന്നത്. എങ്ങനെ ഒരു സ്റ്റോറി രൂപേണ ഇത് പറഞ്ഞു തന്നെ? എന്താ പറഞ്ഞത്? ഒരു ഒരു മാരേജ് ഇതിന്റെ സെഷനാണ് പറഞ്ഞു തന്നത്. അവിടെ വെച്ച് നമ്മൾ ഒരുപാട് ആൾക്കാരെ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ അവിടെ പരിചയപ്പെടാണ്. അവരെല്ലാവരും ഏത് ഭാഗത്തുനിന്നാണ് വന്നത്? ദേ ആർ ഫ്രം എവിടെ നിന്നാണ് വന്നത്? UK അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു ടീമിനെ പരിചയപ്പെടുകയാണ്. ആ ടീമിന്റെ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതൊരു ഫാമിലിയാണ്. ഫാമിലിയിൽ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു. പുള്ളിയുടെ 4 മക്കളെയാണ് പരിചയപ്പെട്ടത്. 4 മക്കളിൽ 3 പേര് ആരൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. പിന്നെ ആരൊക്കെയാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ആളെ പരിചയപ്പെട്ടു, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ. ഇങ്ങനെ 3 പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഈ 3 പേരുടെ അവരുടെ എന്തൊക്കെ, അവരുടെ 3 പേരുടെയും ഇതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയായിരുന്നു അല്ലേ? അതിൽ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് നമ്മൾ എന്ത് പറഞ്ഞു? തൊട്ട് മുമ്പേ നടന്ന, അതായത് നമ്മൾ കറണ്ട് ഇതിന് തൊട്ട് മുമ്പേ നടന്ന ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യത്തെ 2 ടെൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് പലരും ഡ്രോപ്പ് ചെയ്യാറുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം നമുക്കൊരു ഫോർമുല നമുക്കൊരു കറക്റ്റ് ഒരു ഫോർമുല നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. എന്താണ് ആ ഫോർമുല? എന്താ നമ്മൾ പഠിച്ച ഫോർമുല? നമ്മൾ 6 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലേ? ഏതൊക്കെയാണ്? സിംഗുലറിൽ 4, പ്ലൂറൽസിൽ 2. ഏതൊക്കെയാണ്? I, you, he, she. ഇതാണ് സിംഗുലറിൽ നമ്മൾ നോക്കിയത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. പിന്നെ നമ്മൾ മനസ്സിലാക്കി പ്ലൂറലിനകത്ത് 2, we and they. ഇങ്ങനെ 6 കാര്യങ്ങൾ വെച്ചിട്ടുള്ള സെന്റൻസ് ഫോർമേഷനെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഏതൊരു സെന്റൻസ് കിട്ടിയാലും ഈ 6 ഫോമിൽ നമ്മൾ ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങളുടെ എന്തിനാ ഉണ്ടാക്കാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആർട്ട്, ഇത് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സംഭവം കിട്ടിയാലും നിങ്ങൾ സുഖമായിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മലയാളത്തിലൊക്കെ എല്ലാവരും സംസാരിക്കുന്നതാണ്. പക്ഷെ മലയാളത്തിലെ പോലെ ഇംഗ്ലീഷിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇത് മിസ്സായി പോകുന്നത്. എന്ത് മിസ്സായി പോകുന്നത്? നമുക്ക് അതിൻ്റെ ഒരു ഇത് മിസ്സായി പോകുന്നത്, നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാതെ പോവുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് എല്ലായിടത്തും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ആ സെന്റൻസ് അതേപോലെ സെന്റൻസുകൾ ഫോർമേഷൻ നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഏതാണ് നമ്മുടെ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് പറയാമോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരുണ്ടായിരുന്നു നേരത്തെ ക്ലാസ്സുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്? ഞാൻ ഇട്ട വീഡിയോ കണ്ടത് എത്ര പേരുണ്ട് ഇതിനകത്ത്? പറയാമോ? ഹി ഷീ നെയിം ആണെങ്കിൽ ഹാസും, ഐ ദേ വി ആണെങ്കിൽ ഹാവും. ഐ യു വി ദേ ആണെങ്കിൽ ഹാവും. അതാ മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ കൂടെ ഉള്ളത്? കൂടെ ഒന്നും കൂടെ അറിയാം. ഒരു കാര്യം കൂടെ പറഞ്ഞു. ഏതാണ്? വെർബിനെ കുറിച്ചൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താ? വെർബിന്റെ V3 ഫോമും കൂടെ ആഡ് ചെയ്യണം അല്ലേ? ഇപ്പൊ നമ്മൾ വെർബ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിയ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനോ മാറ്റാനൊന്നും പറ്റത്തില്ല. അതായത് തൊട്ടു മുമ്പേ നടന്നൊരു കാര്യം, അതായത് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തൊട്ടു മുമ്പ് ഉണ്ടായ ഒരു കാര്യം. ഓക്കെ. അല്ലെങ്കിൽ എന്താ പറയാ? ഹി ഹാസ് പ്ലേഡ് അല്ലെങ്കിൽ ഹി ഹാസ് ടേക്കൺ ഫുഡ് ബിഫോർ ഹി ഹാസ് ടേക്കൺ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തൊട്ട് മുമ്പേ അവൻ ആഹാരം കഴിച്ചു എന്നുള്ളതാണ്. ആഹാരം കഴിച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ആ പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് ബിഫോർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോഴത്തെ, അതായത് ഈ ഒരു സെഷന് തൊട്ട് മുമ്പേ അവൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് അതിനകത്ത് ഈ പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഹി പെർഫെക്റ്റ്ലി ക്ലോസ് ദാറ്റ് ചാപ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സിംഗുലറിന്റെ പേഴ്സൺ, അത് സിംഗുലർ പേഴ്സൺസ് ഏതൊക്കെയാണ്? ഹി, ഷീ ഓർ നെയിം
എന്നുള്ളതിന്റെ കൂടെ എല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാസ് ഉപയോഗിക്കും അല്ലെ? has, ബാക്കിയുള്ള has. ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ വെർബിന്റെ V3 ഫോം ആയിരിക്കും നമ്മൾ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ ഞാനിപ്പോൾ തരാം. നിങ്ങൾ ഓരോരുത്തരും അതിനെ പറ്റിയുള്ള കൺവേർഷൻസ് നമുക്ക് എൻ്റെ അടുത്ത് പറയണം ഇപ്പോൾ. ഓക്കെ? അപ്പം അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതിന്റെ നെഗറ്റീവ് ഫോംസ് എങ്ങനെ ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്. നെഗറ്റീവ് ഫോംസ് എന്ത് ചെയ്യണം? ഒരു നോട്ടും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. അതായത് ഹി ഹാസ് നോട്ട് ടേക്കൺ ഹിസ് ഫുഡ്, അതായത് അവൻ ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ അവൻ കഴിച്ചില്ല. അപ്പൊ നോട്ടും കൂടെ ചേർത്ത് എന്തായി? നെഗറ്റീവ് ഫോമായി. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഹാസ് എടുത്ത് പുറത്ത് വയ്ക്കുക. ഹാസ് ഹി ടേക്കൺ ഹിസ് ഫുഡ്, അവന്റെ ഫുഡ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്ന ഇത് വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാടൊന്നും ഇത് ചെയ്യണ്ട. നമ്മൾ ഇതിന്റെ ആ ഒരു റൂള് മാത്രം, ആ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ആളുടെ റൂള് മാത്രം അറിഞ്ഞാൽ മതി. അതിന്റെ അയാൾ എന്താ ചെയ്യുന്നത് തൊട്ടു മുമ്പേ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തത് തൊട്ടു മുമ്പേ ആണ് കേട്ടോ. ഒരുപാട് നേരത്തെ ഉള്ള കാര്യം അത് നമ്മളിവിടെ പറയുന്നുണ്ട്. തൊട്ടു മുമ്പേ കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും മസ്റ്റായിട്ട് അറിയാന്നുള്ള ഒരാൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഒരു ഫോം കിട്ടിയാൽ, അല്ലെങ്കിൽ ഹി ഹാസ് ടേക്കൺ ഹിസ് ഫുഡ്, അല്ലെങ്കിൽ ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്, നിങ്ങൾ മറ്റുള്ള 6 ഫോംസിലോട്ട് മാറ്റി നോക്കണം. മറ്റുള്ള 5 ഫോംസ് ഏതൊക്കെ? 5 ഫോംസ്. ഷീ ഹാസ്, അവൻ ചെയ്യുന്ന പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവളും ചെയ്യുമല്ലോ. അപ്പം ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹർ ഹോംവർക്ക് എന്നാവും. പിന്നെ അവളും അവന് മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ ചെയ്യില്ലേ. അപ്പൊ എന്താണ്? ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്, എന്റെ ഹോംവർക്ക് ചെയ്തു എന്നുള്ളതാണ്. യു ഹാവ് കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്, നിന്റെ ഹോംവർക്ക് നീ ചെയ്തു എന്നുള്ളതാണ്. ദേ ഹാവ് കംപ്ലീറ്റഡ് ദെയർ ഹോംവർക്ക്, വി ഹാവ് കംപ്ലീറ്റഡ് അവർ ഹോംവർക്ക്. അതായത് നമ്മൾ നമ്മുടെ ചെയ്തു, നമ്മുടെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. പറഞ്ഞ മനസ്സിലായോ? ഇതേപോലെ സെന്റൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇതേപോലെ സെന്റൻസുകൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ തരാം. ഞാൻ 1-2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇപ്പൊ അതിന്റെ ഡിഫറെന്റ് ഫോംസ് എൻ്റെ അടുത്ത് പറയാം. ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഞാൻ ഓരോ എക്സാമ്പിൾസ് ആയിട്ട് പറയാം, നിങ്ങൾ അതിന്റെ ഡിഫറെന്റ് ഫോംസ് പറയാം. ഐ ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഐ ഹാവ് ഈറ്റൺ ഡിന്നർ എന്നെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വിടുക, ഡിന്നർ എടുക്കാം. അതിന്റെ മറ്റുള്ള ഫോംസ് ഒന്ന് ഇത് ചെയ്ത് നോക്കിയേ. ഓരോരുത്തരായിട്ടൊന്ന് ഇത് ചെയ്തേ. ഓരോരുത്തരായിട്ട് ഓരോന്ന് മാത്രം പറഞ്ഞു പോവാം. പറഞ്ഞേ. ഐ ഹാവ് ഈറ്റൺ ഡിന്നർ എന്നുള്ളതാണ് ഇത് ഒരു സെന്റൻസ്. നിങ്ങൾ മറ്റുള്ള ഫോംസ്. she has eaten dinner, ഷീ ഹാസ് ഈറ്റൺ ഡിന്നർ, അവൾ അവിടെ ഇതാ. പിന്നെ you have eaten dinner, ഹി ഹാവ് അല്ല, ഹി ഹാസ്. ഞാൻ പറഞ്ഞു ഷീയും ഹീയും വരുമ്പോൾ മാത്രം നമ്മൾ ഹാസ് ഉപയോഗിക്കണം. ഓക്കെ? ഷീ ഹാസ് you ആണ് പറഞ്ഞത്. വരുമ്പോൾ മാത്രം നമ്മൾ ഇത് ചെയ്യണം. ഓക്കെ? ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. It has eaten dinner. Has eaten dinner. ഓക്കെ? സോ നിങ്ങളുടെ ഓരോരുത്തരുടെ അതേപോലെ സെന്റൻസ് ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി ആരും എന്താ മിണ്ടായിരിക്കുന്നത്? ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തേ. It has eaten dinner. Sir, it has eaten dinner. ഇറ്റ് ഹാസ് എന്താണ്? ഓക്കെ. ഇറ്റ് ഹാസ് എന്ന് എങ്ങനെ പറയും? Eaten dinner. ഇറ്റ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത ഒന്നല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിത് നിങ്ങൾ കുറച്ച് ലോജിക്കും കൂടെ ഉപയോഗിക്കണം. ഇറ്റ് ഹാസ് എന്ന് പറയുമ്പോൾ അത് ഡിന്നർ തിന്നോ? ജീവനില്ലാത്ത ഏതെങ്കിലും സാധനം നമ്മൾ It എന്ന് പറയുമ്പോ സാർ നമുക്ക് സോറി, ഞാൻ ഏതെങ്കിലും അനിമൽസ് അതിനെയൊക്കെ ഉദ്ദേശിച്ചു. ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിന്നർ. പക്ഷേ കാരണം ഡിന്നർ അവിടെ ഉപയോഗിക്കില്ല അല്ലേ? അതെ, ഇറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ജീവനില്ലാത്ത ഒരു വസ്തു എന്നുള്ള ഒരു ലെവലിലോട്ട് പോകും. ഓക്കെ? അപ്പൊ ജീവനുള്ള വസ്തു എന്നുള്ള ലെവലിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന്റെ ഇപ്പൊ ഡോഗ് അത് പറയാം, ഡോഗ് ഹാസ് ഈറ്റൻ അങ്ങനെ പറയാം. അപ്പൊ അതിന് കുറച്ചും കൂടി വരും. ഡോഗ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ ജീവനില്ലാത്ത വസ്തു എന്ന് പറയുമ്പോൾ അത് ഡിന്നർ പറയാം. നമ്മൾ കുറച്ച് ലോജിക്കൊക്കെ ഇവിടെ നമ്മൾ അതുകൂടെ നമ്മൾ മനസ്സിലെടുക്കണം. നമ്മൾ ബ്ലൈൻഡ്ലി അങ്ങനെ പറഞ്ഞു. മൃഗങ്ങൾക്ക് നമ്മള്
ഡിന്നർ എന്നും പറയില്ലല്ലോ, മൃഗങ്ങൾ കഴിക്കുന്നതിന് അങ്ങനെ പറയില്ലല്ലോ അല്ലെ? പറയത്തില്ല. അപ്പൊ അല്ലെങ്കിൽ പറയാം ഡിന്നർ ഓക്കെ നമ്മൾ ഓക്കെ. പറഞ്ഞാൽ തന്നെയും അത് ജീവനുള്ളതിന്റെ ലാഭം. നമ്മൾ അങ്ങനെയുള്ള ലോജിക്ക് എടുക്കുക. അപ്പൊ ഡിന്നർ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ മനുഷ്യരുടെ കേസിലാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. മൃഗങ്ങളുടെ കേസിൽ ഡിന്നർ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ മൃഗങ്ങളുടെ പറയത്തില്ല. കേസിൽ പറയുമ്പോൾ ഡോഗ് എന്നോ അല്ലെങ്കിൽ അതിനൊരു പേര് കൊടുക്കുക. നമ്മൾ മൃഗങ്ങൾക്ക് ആ കൺസിഡറേഷൻ നമ്മൾ അതിന് ഡിന്നർ കൊടുത്തു എന്ന് വിചാരിക്കുക. അതിനൊരു പേര് കൊടുക്കുക. അല്ലെങ്കിൽ അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പറയാം. മൈ ഡോഗ് ഈസ് ആ ദിസ്, ഹിസ് നെയിം ഈസ് ദിസ്. നമ്മൾ ഇറ്റ് എന്നുള്ള അനിമൽസിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യൂലോ അല്ലെ? ഏതാണ് ഇറ്റ് പറയില്ലേ? അല്ല ഇറ്റെന്ന് പറയുന്നത് അനിമൽസിനൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഇറ്റ്. ഇറ്റെന്ന് പറയുന്നത് ജീവനില്ലാത്ത സംഭവങ്ങളാണ് കൂടുതൽ നമ്മൾ ഇറ്റെന്നൊക്കെ പറഞ്ഞു പോകുന്നത്. മറ്റുള്ളതിനൊക്കെ ജീവനുള്ളതൊക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മൾ അതിനകത്ത് ഇത് പറയും. പിന്നെ നമുക്ക് ചില കേസുകൾ പറയാറുണ്ട്. കാരണം നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ വാക്കുകൾ പറഞ്ഞായിരിക്കും പറഞ്ഞു പോകുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പേര് പറയുക അങ്ങനെയുള്ള ഓക്കെ. ഇറ്റ്സ് ലൈക്ക് എ തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ അവിടെ നമുക്ക് ഇത് ഉപയോഗിക്കാം, ഹാസ് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഡിന്നർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ആ ഡിന്നർ വാക്ക് ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം. മനസ്സിലായില്ലേ? അത് നമ്മൾ ഉടനെ ഓക്കെ. താങ്ക് യു. നമ്മൾ ഓർക്കത്തില്ല. അതാണ് കേസ്. ഓക്കെ. ദെൻ They have ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ്. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. മറ്റുള്ള ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്യും? എന്ത് സർ? ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് എന്ത് ചെയ്യും? പറഞ്ഞു. I have finished her homework. ഐ I have finished. ഹാവ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. നിങ്ങൾ അവളുടെ ഹോംവർക്ക് ചെയ്തു എന്നാണോ? ഐ ഹാവ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ ഹോംവർക്ക് ചെയ്തു എന്നുള്ളതാണ് വരുന്നത്. തൊട്ട് മുമ്പ് ഞാൻ അവളുടെ Sorry. I have finished my homework. മൈ ഹോംവർക്ക്. My അവളുടെ ഹോംവർക്ക് ചെയ്തതാണെങ്കിലും പറയാം കേട്ടോ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതൊക്കെ നോക്കണം. നമ്മൾ പറയുമ്പോൾ അതിന്റെ മീനിങ്ങും കൂടെ അറിഞ്ഞിരിക്കണം. ഹി, ഷീ, അവൻ, അവൾ എന്നൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടല്ലോ. വാക്കുകളുടെ അർത്ഥങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി ഇത് പറയുമ്പോൾ നമുക്ക് കുറെ കൂടെ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ. ഇനി അടുത്ത നെഗറ്റീവ് ഫോംസിൽ എന്ത് പറയും? നെഗറ്റീവ് ഫോംസിൽ എങ്ങനെ പറയുന്നത്? ഹി ഹാസ് കംപ്ലീറ്റഡ് ഹർ ഹോംവർക്ക്. അവളുടെ ഹോംവർക്ക് അവൾ ചെയ്തിട്ടില്ല. ഹി ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹർ ഹോംവർക്ക്. he has not completed. ഹോംവർക്ക്. റൈറ്റ്. ഇനി അത് ക്വസ്റ്റ്യൻ ഫോമിൽ എങ്ങനെ പറയും? ഹാസ് ഷീ കംപ്ലീറ്റഡ്? ഷീ ഫിനിഷ്ഡ്. ഹാസ് ഇൻ അവൾ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഹാസ് ഇൻ ഷീ. അല്ലെങ്കിൽ ഹാസ് ഷീ നോട്ട് കംപ്ലീറ്റഡ് ഹർ Has she ഹോംവർക്ക്. finished? Has she not completed? യെസ്. നമുക്ക് നെഗറ്റീവ് ആയിട്ടും ചോദിക്കാം, പോസിറ്റീവ് ആയിട്ടും ചോദിക്കാം. ഒറ്റ ഇതേ ഉള്ളൂ. ഹാസ് എടുത്ത് ഇനി അറ്റ ഇടുക. ബാക്കിയുള്ളത് അതേപടി അങ്ങ് എഴുതുക. ഇനി അതിന്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? യെസ് ഓർ നോ. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ യെസ് ആണെങ്കിൽ യെസ് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ സെന്റൻസ് അങ്ങ് ബാക്കി ഇട്ട് കൊടുത്താൽ യെസ്, he has completed her. Yes, I have No, completed my She homework. finished not her completed. homework. no, Yes. he has not She completed her. finished. അതായത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ യെസ് ആയിരുന്നാൽ യെസിന്റെ കൂടെ നിങ്ങൾ അതിന്റെ പോസിറ്റീവ് സെന്റൻസ് കൊടുക്കുക. നോ ആണെങ്കിൽ നോയിന്റെ കൂടെ അതിന്റെ നെഗറ്റീവ് സെന്റൻസ് കൊടുക്കുക. സംഭവം ക്ലിയർ. Okay. വളരെ എളുപ്പമാണ്. Okay. No, she has not completed her അത്രേ ഉള്ളൂ. homework. അതെ, നിങ്ങൾ തൊട്ട് മുമ്പ് അത് ഉണ്ടാക്കി കഴിഞ്ഞു. ആൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുക സെന്റൻസ് ഒക്കെ അവിടെ. അതിനെ എടുത്ത് ഈ ആൻസർ ആയിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് പറയണം. മനസ്സിലായോ? ഇത് ജസ്റ്റ് Okay. ഗ്രാമർ പഠിക്കാനല്ല ഇത് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത് യൂസ് ചെയ്യണം. നമ്മൾ തൊട്ട് മുമ്പേ കഴിഞ്ഞൊരു സംഭവം നമ്മൾ എങ്ങനെ പറയും? അതായത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അത് ചെയ്തായിരുന്നോ? യെസ്, ഐ ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് ജസ്റ്റ് ബിഫോർ ദിസ് മീറ്റിംഗ്. ഈ മീറ്റിംഗ് തൊട്ട് മുമ്പേ ഞാനത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ പറയണം എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മളിത് കാണാതെ ഒന്നും ആരും പഠിച്ചു വെക്കരുത്. ഇത് മനസ്സിലാക്കണം. ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ ബ്രെയിൻ ആൻഡ് മൈൻഡ് അവിടെ പ്രോപ്പർലി യൂസ് ചെയ്യണം. എന്നിട്ട് പതുക്കെ സംസാരിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ സ്പീഡൊന്നും വേണ്ട, നെർവസ് ആവുകയും വേണ്ട. കുറേ കാര്യങ്ങൾ നിങ്ങളെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്യും. വളരെ എളുപ്പമാണ്, ഒരു പാടുമില്ല. നിങ്ങൾ ആ ലോജിക്ക് മാത്രം അറിഞ്ഞാൽ മതി. കല്യാണ വീട്ടിൽ നമ്മൾ പരിചയപ്പെട്ട 3 കുട്ടികൾ, ആ 3 കുട്ടികൾ അവരുടെ അച്ഛനെ സഹായിക്കുന്ന ഏത് രീതിയിലാണ്. അതിൽ ആദ്യത്തെ 2 മക്കളെ ഞാൻ ആൾറെഡി പരിചയപ്പെടുത്തി, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. മൂന്നാമത്തെ മോന്റെ പേര് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അവൻ എന്ത് ചെയ്യുന്നു? തൊട്ട് മുമ്പേ ചെയ്തൊരു കാര്യം പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ അവതരിപ്പിക്കാനാണ് അവന് നമ്മൾ ഉപയോഗിക്കുന്നത്. അവനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ മെയിനായിട്ട് ഏതൊക്കെയാണ്? അതായത് സിംഗുലറിന്റെ തേർഡ് പേഴ്സന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാസ് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ വെർബിന്റെ V3 ഫോമും നമ്മൾ അതിനോട് യൂസ് ചെയ്യും. ഓക്കെ. ഇനി ഇത് 2 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും 7 കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ് 7 കാര്യങ്ങൾ? ഒന്ന്, പോസിറ്റീവ് ആയിട്ടൊരു സെന്റൻസ് പറയും, നെഗറ്റീവ് ആയിട്ടൊരു സെന്റൻസ് പറയും. എന്ത് പറയും? ഹി ഹാസ് കംപ്ലീറ്റഡ് ഹർ
കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. അടുത്ത സെന്റൻസ് എന്ന് പറയും ഹി ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. അപ്പം പോസിറ്റീവായി നെഗറ്റീവായി. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? ഹാസ് ഹി കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് എന്ന് ചോദിക്കാം. അകത്തിട്ട ഹാസിനെടുത്ത് പുറത്തിട്ടാൽ മാത്രം മതി, ബാക്കി എല്ലാം അതേപടി എഴുതുക. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഇനി അതിന്റെ നെഗറ്റീവ് ഫോം എങ്ങനെ ചോദിക്കും? ഹാസ് ഹി നോട്ട് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. അവന്റെ ഹോംവർക്ക് അവൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങനെ എഴുതുന്നത്. ഇനി അത് നമുക്ക് എപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹാസ് നോട്ട് എന്ന് നമ്മൾ അതിൻ്റെ ഒരു കോൺട്രാക്ഷൻ ആയിട്ട് പറയും. ഹാസ് ഇൻ ഹി എന്നാണ് നമ്മൾ പറയുന്നത്. എഴുതുമ്പോൾ നമ്മൾ ഹാസ് ഹി നോട്ട് എന്ന് പറഞ്ഞ് എഴുതുമെങ്കിലും പറയുമ്പോൾ നമ്മൾ ഹാസ് ഹി നോട്ട് എന്ന് പറഞ്ഞ് ചെയ്യും. അപ്പോൾ അത് രണ്ടുമായി. അപ്പം 3, 4 ഇനി അഞ്ചാമത്തെ എന്ത് പറഞ്ഞു? WH ക്വസ്റ്റ്യൻസ്. വളരെ എളുപ്പമാണ്. എന്താണ് WH ക്വസ്റ്റ്യൻസ്? ഈ നേരത്തെ ഇട്ട എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ തൊട്ട് മുമ്പിലായിട്ട് എന്ത് ഇട്ട് കൊടുക്കണം? W ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വൈ, വാട്ട്, വെൻ, വെയർ, ഹൗ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇതെടുത്ത് വാക്കുകൾ എടുത്ത് ഇതിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കണം. അപ്പം WH ക്വസ്റ്റ്യൻസ് ആയി. വൈ ഹി ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. എന്തുകൊണ്ടാണ് അവൻ ചെയ്യാത്തത്? നേരത്തെ നമ്മൾ എസ് ഓർ നോ പറഞ്ഞ അതേ തൊട്ട് മുമ്പിലാണ് ഇട്ട് കൊടുക്കുക വൈ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അർത്ഥവും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചുമ്മാ ബ്ലൈൻഡ്ലി എടുത്ത് ഇട്ടുകളയരുത്. പലരും ഞാൻ കണ്ടായിരുന്നു ഇതിനകത്ത് ഇട്ട സമയത്ത് അതിനകത്ത് ആൻസറും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. വാട്ട് ഈസ് എന്ന് പറഞ്ഞ് നമ്മൾ ഫ്രെയിം ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കറക്റ്റ് പോക്കും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ആൻസറും കൂടെ അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ആൻസർ വരാൻ പാടില്ല. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് പലരും ഇടാറില്ല. ഒരു സംഭവം ക്വസ്റ്റ്യൻ എപ്പോഴാണ് ആവുന്നത്? അത് അതിന്റെ എൻഡിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ചോദിക്കുന്ന കാര്യമാണത്. അപ്പോൾ പലരും അത് മിസ്സിങ് ആവുന്നുണ്ട്. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങൾ തന്നെ ആയത് തന്നെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിന്റെ ഫോർമുല എന്താണ്? ഇതാണ് അതിന്റെ ഫോർമുല. എന്താണ്? ഈ ഒരു സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുമ്പോൾ എന്ത് ചെയ്യണം? തേർഡ് പേഴ്സന്റെ കൂടെ ഹാസും വെർബിന്റെ V3 ഫോം ആഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഹാസ് എടുത്ത് ഏറ്റവും എൻഡിൽ ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ളത് അങ്ങനെ എഴുതുക. ഇനി നെഗറ്റീവ് ഫോമിൽ എഴുതാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂട്ടത്തിൽ ഒരു നോട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി WH രീതിയിൽ പറയാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ അറ്റത്ത് WH ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ലോജിക്കും കൂടെ അപ്ലൈ ചെയ്യണം. വി ഹാവ് ടു അപ്ലൈ അവർ ലോജിക്. എന്താ ലോജിക്ക്? ഇത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോമിലാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ആൻസർ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പം നേരത്തെ നമ്മുടെ മാം പറഞ്ഞ പോലെ ഇറ്റെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പറയില്ല ഇറ്റെന്ന് പറയുന്നത് ഒരു ഇതില്ലാത്തതാണ്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാതെ ഇറ്റെന്ന് പറയുമ്പോൾ അത് ജീവനില്ലാത്തതാണ്. ഇറ്റ് ഈസ് എ ബോൾ. ഒരിക്കലും നമ്മൾ ഇറ്റ് ഈസ് എ ഡോഗ്. നമ്മൾ ശരിക്കും നമ്മൾ ജീവനില്ലാത്ത രീതിയിലാണ് സങ്കല്പിക്കുന്നത്. നമുക്ക് ഇറ്റെന്ന് പറഞ്ഞത് പറഞ്ഞു പോകാം. പക്ഷെ സാധാരണ ഇതിൽ അങ്ങനെ പറയാറില്ല. ഇറ്റെന്ന് പറയുമ്പോൾ അതിന് ജീവനില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് അറിയാം. നമ്മളത് അബദ്ധവശാൽ പറ്റി പോകുന്നതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ എളുപ്പമാണ് ഇതൊക്കെ. ബാക്കി സിമ്പിളാണ്. ആദ്യമൊക്കെ തെറ്റ് വരും, കുഴപ്പമില്ല. ആദ്യം തെറ്റില്ല. ഞാനത് പക്ഷെ എനിക്കത് പറഞ്ഞു തരാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. തെറ്റുകൾ വന്നോട്ടെ. തെറ്റുകൾ എപ്പോഴും നമ്മൾ വെൽക്കം ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ചോദിക്കും. സാർ നമ്മളിപ്പോ ദേ ഹാവ് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഹാവ് നോട്ട് എന്ന് പറയില്ല, ഡോണ്ട് ഹാവ് ദേ വെച്ചിട്ടാണോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഡോണ്ട് എന്ന സംഭവം ഇവിടെ വരുന്നില്ല. ഡോണ്ട് എന്ന സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കേസാണ്. ഒന്നാമത്തെ കേസ് ഇവിടെ നമ്മൾ ഹാവിൻ ഡേ കംപ്ലീറ്റഡ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്. അവന്റെ കംപ്ലീറ്റഡ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ് അവരെ നമ്മൾ ചെയ്തോ എന്നാ ചോദിക്കുന്നത്. ഹാവ് ആദ്യം ഇട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. തൊട്ട് മുമ്പ് അവർ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഹാവിൻ ഡേ കംപ്ലീറ്റഡ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ് ഓർ നോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഡോണ്ട് ഒന്നും ഉപയോഗിക്കില്ല. ഡോണ്ട് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കേസിലാണ് ഡോണ്ടും ഡസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് അറിഞ്ഞിരിക്കണം അതിന്റെ രീതി. കാരണം അതിനകത്ത് രണ്ട് ഹിഡനാണ്. ഇതിനകത്ത് ഏറ്റവും അല്പം പറഞ്ഞോളൂ. അപ്പൊ സാർ നമ്മളിപ്പോ ഐ ഹാവ് എന്നുള്ളതിന് നമ്മള് വേറൊരു പറയില്ല, ഡോണ്ട് ഹാവ് എന്നല്ലേ നമ്മൾ പറയാ. ഐ ഹാവ് നോട്ട് എന്ന് പറയില്ലല്ലോ, ഡോണ്ട് ഹാവ് എന്നാണല്ലോ പറയാ. എനിക്കത് ഒരാൾ പറഞ്ഞത് കൊണ്ട് സംശയം. കംപ്ലീറ്റ് സെന്റൻസ് പറയും എന്നിട്ട് പറയാം. നമ്മളിപ്പോ പറയാ ഡോണ്ട് ഹാവ് പെൻ. എന്റെ ഐ ഹാവ് എ പെൻ അല്ല, ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന രീതിയിലല്ല നമ്മളോട് പറയുന്നത്.
ഓക്കെ, ആ അത് നമ്മൾ എന്റെ കയ്യിലൊരു പേന, അവിടെ വെർബില്ല. വെർബ് എന്ന് ആ പറയുന്നത് നമ്മൾ അവിടെ ഇതായിട്ട് പറയുന്നില്ല. അവിടെ നമ്മൾ ജസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് പോലെ അത് ഇന്ന് രാവിലെ ഒരാൾ ഇട്ട ക്വസ്റ്റ്യൻ ആണത്. ഐ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. അത് ശരിക്കും ആ പറഞ്ഞാൽ എന്റെ കയ്യിൽ അതൊരു വെർബ് നേരത്തെ ഉണ്ടായി കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എന്റെ കയ്യിൽ ഇപ്പോഴും ആ സാധനം ഉണ്ട്. ശരിയല്ലേ? ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യം അവിടെ പറയാം. ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെർബ് എന്നൊരു സാധനമില്ല. എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഐ ഹാവ് എ കാർ. അതിപ്പോ സിമ്പിൾ പോലെയാണ് വരുന്നത്. എന്റെ കയ്യിൽ ഉണ്ട്. അവിടെ വെർബ് എന്ന് പറയുന്ന ഹാവ് എന്ന് പറയുന്ന സാധനം വെർബിന്റെ ഒരു ഫോമിലാണ് അവിടെ പോകുന്നത്. നമ്മളെ ആ സിമ്പിൾ ആയിട്ട് അപ്പൊ ഈ ഒരു വെർബ് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പൊ ഈ 3 ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോ ഹാവിൻ വെച്ചിട്ടാണ് നെഗറ്റീവ് നമ്മളെ ആണെങ്കിൽ ഹാവിൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഉണ്ടാക്കാൻ നമ്മളിത് പറയുമ്പോൾ ഇതിന്റെ കൂടെ വെർബ് ഉണ്ടായിരിക്കണം. നമ്മുടെ സെഷൻ ചിലപ്പോൾ ഇപ്പോൾ ആ കട്ടാവും. ഓക്കെ, വെർബ് ഉള്ള രീതിയിൽ വേണം ഇത് പറയാൻ. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തൊട്ട് മുമ്പേ കംപ്ലീറ്റ് ചെയ്തത് കാര്യമാണ്. നമ്മളൊരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ പോയത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സെഷൻ ചിലപ്പം കട്ടാവും കേട്ടോ. ഓക്കെ, ഓക്കെ മനസ്സിലായോ? ഓക്കെ ഓക്കെ അപ്പൊ ഇത് ആ രീതി ഓക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഒരു കഥ, ഞാൻ കഥയിലൂടെ ഇത് പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് മുന്നേ